സ്കൂൾ കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകുമാർ ചേരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് മുഖ്യവേദിയിൽ ഇപ്പോൾ ഒപ്പന മത്സരം പുരോഗമിക്കുകയാണ്. അതായത് പോയിന്റ് നില പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും തൃശ്ശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഏതാണ്ട് 230 പോയിന്റുമായിട്ടാണ് കണ്ണൂർ ഇപ്പം മുന്നിൽ. തൊട്ട് പിറകിൽ തന്നെ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. എന്തായാലും തുടക്കം മുതൽ തന്നെ വലിയൊരു പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശവും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ 9:30 തന്നെ ഏതാണ്ട് ഈ മുഖ്യവേദിയിൽ ഒപ്പന മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടികളുടെ ഒപ്പന മത്സരമാണ്. മറ്റു വേദികളിലെല്ലാം തിരുവാതിരകളി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനപ്രിയ കലകളൊക്കെ ഇന്ന് മത്സര ഇനമായിട്ട് വന്നിട്ടുണ്ട്. കാണികളുടെ പങ്കാളിത്തവും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നല്ല രീതിയിലുള്ള കാണികളുടെ പങ്കാളിത്തം വരുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ, അതായത് സഹൃദരായ തിരുവനന്തപുരത്തെ കലാസ്നേഹികളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നലെ പെയ്ത ഒരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് പൊടിയൊക്കെ അല്പം കുറവുണ്ട്. പക്ഷെ ചൂട് വീണ്ടും കൂടി വരുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പന്തലൊക്കെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ളതായത് ഏത് മഴയും ഏത് വെയിലിനെയൊക്കെ ചെറുക്കാൻ പറ്റുന്നതാണ്. സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിലും പറഞ്ഞ പോലെ അപ്പീലുകളുടെ കാര്യത്തിലുമൊക്കെ കൃത്യമായ ഇടപെടലുകളുണ്ട്. അപ്പീലുകളുടെ എണ്ണം കുറവാണ്. ഇന്നലെ ആദ്യ ദിവസമായിട്ട് അല്പം വൈകിയാണെങ്കിൽ പോലും മത്സരങ്ങളെല്ലാം കൃത്യമായി തന്നെ അല്പം വൈകിയാണെങ്കിൽ അവസാനിപ്പിച്ചു. എന്നാൽ ഇന്ന് കൃത്യസമയത്ത് തന്നെ പരിപാടികൾ അവതരിപ്പിച്ചു. അത് കൃത്യസമയത്ത് തന്നെ തീർക്കേണ്ടതുണ്ട്. അത് ഇന്നലെ മന്ത്രിയും ഒക്കെ നമ്മോട് പറയുകയുണ്ടായി. എന്തായാലും കലോത്സവ വിശേഷങ്ങൾ ഇനിയും ഉണ്ട്, അവസാനിക്കുന്നില്ല. വരും ബുള്ളറ്റിനുകൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ വാർത്തകളുമായി എത്താം.